ലാപ്രോസ്കോപ്പി എന്നുള്ള പേര് മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഹിസ്ട്രോസ്കോപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളൊരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ടേമിനെ കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഹിസ്റ്ററോസ്കോപ്പി എന്ന് വെച്ചാൽ ബേസിക്കലി യൂട്രസിൻ്റെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് നമ്മളൊരു ചെറിയൊരു ക്യാമറ വഴിയായിട്ട് വെജൈനയിലൂടെ സെർവിക്സിനകത്തൂടെ യൂട്രസിൻ്റെ ഉള്ളിലെ ആ ഒരു അറ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അതിലെന്തെങ്കിലും സെപ്റ്റം കേർട്ടൻസ് പോലെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ചെറിയ ഫൈബ്രോയിഡുകൾ അകത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടോ, ചെറിയ ഗ്രോത്തുകൾ, ദശവളർച്ച, പോളിപ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അസസ് ചെയ്യുന്നതിനൊരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഡയഗ്നോസ്റ്റിക് ഹിസ്ട്രോസ്കോപ്പി, അതായത് നമ്മൾ മൾട്ടിപ്പിൾ IVFs ചെയ്തു എന്നിട്ടും ഫെയിലിയർ ആയി, അപ്പം യൂട്രസിനുള്ളിൽ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാത്ത ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഡയഗ്നോസിസ് ആയിട്ട് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് ഹിസ്ട്രോസ്കോപ്പി. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മിസ്കാരേജസ് വന്നിട്ടുള്ള ആൾക്കാരിൽ ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒട്ടിപ്പിടുത്തങ്ങളാണോ, വേറെ എന്തെങ്കിലും യൂട്രസിനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ മിസ്കാരേജസ് ഉണ്ടാവുന്നത് എന്നറിയാനായിട്ട് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറായിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ച പെത്തോളജീസ്, ഈ പറഞ്ഞ പോലെ ഫൈബ്രോയിഡ്, പോളിപ്പ്, ഇതിനൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓപ്പറേറ്റീവ് ഹിസ്ട്രോസ്കോപ്പിയും ചെയ്യും.